അപ്പോൾ കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ പ്രസന്റ് സിമ്പിളും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് പറഞ്ഞു. അതിൻ്റെ യൂസേജ് ഒക്കെ പറഞ്ഞു. പ്രസന്റ് കണ്ടിന്യൂസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചെയ്തത്. അതിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും എങ്ങനെയാണ് ക്രിയകൾ ഉണ്ടാവുന്നതെന്നും 3 തരത്തിലുള്ള ഓക്സിലറി വെർബുകൾ ഉണ്ടെന്നും ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായതാണ്. അതിൻ്റെ യൂസേജ് മെയിനായിട്ട് 2ആണ് പറഞ്ഞത്. അതിന് 3ാമത്തെ യൂസേജ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യം നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, അതായത് എന്തെങ്കിലും ഉറപ്പുള്ളൊരു കാര്യങ്ങൾ ഫ്യൂച്ചറിലാണ് നടക്കുന്നതെങ്കിൽ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് പറയും. ഞാൻ നാളെ കണ്ണൂരിൽ പോകുന്നതാണ്. ഈ പറയുന്ന സമയത്ത് ക്രിയ നടക്കുന്നില്ല, പക്ഷേ നമ്മൾ പറയും ഐ ആം ഗോയിങ് ടു കണ്ണൂർ ടുമോറോ. ഞാൻ നാളെ ഒരു മൊബൈൽ ഫോൺ വാങ്ങുന്നതാണ്. ഈ പറയുന്നത് രാത്രിയാകാം, അല്ലെങ്കിൽ തലേന്ന് വൈകുന്നേരമാകും, തലേന്ന് പകലാകാം, ഉച്ചയ്ക്ക് ഏതോ സമയത്താവാം. നമ്മൾ ഐ ആം ബൈയിങ് എ മൊബൈൽ ടുമോറോ. ഫ്യൂച്ചറാണ് അവിടെ വേണ്ടത്, പക്ഷെ നമ്മൾ എന്താണ് അവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത്രയും പ്രധാനപ്പെട്ട ഉപയോഗങ്ങളാണ്. വേറെ നമ്മൾ ഗ്രാമറിൽ പഠിക്കും ഡീപ്പായിട്ട് പോകുമ്പോൾ നമുക്ക് 2-3 ഉപയോഗങ്ങൾ എക്സ്ട്രാ ഉണ്ട്, പക്ഷെ അതൊന്നും നിങ്ങൾ നോക്കണ്ട. ഈ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തുള്ളത്, പിന്നെ നമ്മളൊരു ജീവിത വൃത്തിയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നത്, അതെന്തൊരു ചോദിക്കും നമ്മൾ ആ വർക്ക് ആ സമയത്ത് ചെയ്തില്ലെങ്കിൽ നമ്മൾ പ്രസന്റൻസിലാണ് പറയുന്നത്. പിന്നെ നമ്മളെ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം ഫ്യൂച്ചറിൽ നടക്കാൻ പറ്റും, അതായത് തൊട്ടടുത്ത നാളെയോ മറ്റന്നാളോ ആയിട്ടുള്ള ഒരാഴ്ചക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ഉറപ്പായി സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ പേഴ്സണായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രസന്റ് കണ്ടീഷനിൽ പറയും. അപ്പോൾ ഇങ്ങനെയുള്ള 3 ഉപയോഗങ്ങളാണ് പ്രസന്റ് കണ്ടീഷനെ കുറിച്ച് പറയുന്നത്. ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നതിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഇപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ടെൻസാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഒന്ന് അതിൻ്റെ ആ യൂസേജിൽ നമ്മൾ പഠിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ആണെന്ന് പറയുന്നെങ്കിലും നമ്മളിൽ ഈ പ്രസന്റ് പെർഫെക്റ്റ് ഉണ്ടാക്കുന്ന ആ ഒരു ഐഡിയ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ടെൻസാണിത്. നമുക്ക് കഴിഞ്ഞ ഭൂതകാലത്തിലാണ് സംഭവം, നമ്മളെ ആശയപരമായിട്ട് ഭൂതകാലമാണ്. ഇപ്പോൾ പ്രസന്റ് പെർഫെക്റ്റിൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് സബ്ജക്റ്റിന് ശേഷം നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ലീസാമാർ വെച്ചു. അതിന് ഇവിടെ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് ഹാവ് അല്ലെങ്കിൽ ഹാസ് ആണ്. ഹാവ്, ഹാസ് എന്നീ ഓക്സിലറി വെർബുകൾ. അതിനുശേഷം വളരെ ശ്രദ്ധിക്കണം, നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് ഒരു നോൺ ഫൈനൈറ്റ് ആയ, അതായത് V5 എന്ന് പറയും. നമ്മൾ പൊതുവെ നമ്മളെ വെർബിനെ 3ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. V1, V2, V3, V4 ഉണ്ട്, V5 ഉണ്ട്. ഇതിൽ നമ്മൾ V5 ആയ, അതായത് നമ്മൾ കേട്ടിട്ടോ വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതായത് റൈറ്റ് എന്ന വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ റിട്ടൺ ആണ്, നോൺ ഫൈനൈറ്റ് ആണ്. ING വെർബ് പോലെ തന്നെ റൈറ്റിംഗ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു നോൺ ഫൈനൈറ്റ് ആണ് ഈ റിട്ടൺ. സ്പീക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ V3 പൊതുവെ പഠിക്കുന്നത്. ശരിക്കും ആ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന വെർബ് ഏതാണ്? സ്പോക്കൺ ആണ്. കം എന്ന് പറഞ്ഞതിൻ്റെ ഇതിൻ്റെ കം, കെയിം, കം ആണ്. 3ാമത്തെ ഫോം കം തന്നെയാണ് കാണുന്നത്, പക്ഷേ ആ ആദ്യത്തെ ഫോമിൻ്റെ അർത്ഥമല്ല അത്. അതുപോലെ തന്നെ ടേക്ക് എന്ന് പറയുന്നത് ടേക്കൺ ആണ്, TAKN. ഗോ എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ V3 എന്ന് പറയുന്നത്, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിള് ഗോൺ ആണ്, GOND. ഇത്തരം പാസ്റ്റ് പാർട്ടിസിപ്പിൾ വെർബുകൾ നമ്മൾ എവിടെയാണ്? പെർഫെക്റ്റ് ടെൻസുകളാണ് ഉപയോഗിക്കുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിലും പാസ്റ്റ് പെർഫെക്റ്റ് ആയാലും ഏത് പെർഫെക്റ്റ് ടെൻസുകളിലും നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് ഏതാണെന്ന് ചോദിച്ചാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഇത്തരം പാസ്റ്റ് പാർട്ടിസിപ്പിളുകൾക്ക് മുമ്പിൽ ഒന്നുകിൽ സബ്ജക്റ്റ് അനുസരിച്ച് ഹാസോ അല്ലെങ്കിൽ ഹാവോ ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസുകളിൽ ക്രിയാപ്രകാരം ആ സെന്റൻസ് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഐഡിയ എന്ന ആശയം എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ കാര്യം കിട്ടുന്നത്. നോക്കിക്കോ, ഒരു ഉദാഹരണം ഞാൻ പറയാം. പ്രസന്റ് പെർഫെക്റ്റിലുള്ള ഐ ഹാവ് റിട്ടൺ എ സ്റ്റോറി. അപ്പോഴേ ഐ ഹാവ് റിട്ടൺ എ സ്റ്റോറി എന്ന് പറയുമ്പോഴേ അതിന് നമ്മുടെ മലയാളത്തിലേക്ക് നമുക്ക് കിട്ടുന്ന ആശയം, ഞാനൊരു കഥ എഴുതിയിട്ടുണ്ട്. She has drunk a cup of tea. She has drunk a cup of tea എന്ന് പറയുമ്പോഴേ അവൾ
ഒരു കപ്പ് ചായ കുടിക്കുന്നോന്നുമല്ല, കുടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുമല്ല, കുടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, കുടിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്, വന്നിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, ക്ഷണിച്ചിട്ടുണ്ട്. ഈ രീതിയിലാണ് നിങ്ങൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് മലയാളത്തിലേക്ക് നമുക്ക് കിട്ടുന്ന ആശയം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ അത് കഴിഞ്ഞ് ഒരാൾ ചായ കുടിച്ചു കഴിഞ്ഞാലേ ചായ കുടിച്ചിട്ടുണ്ടെന്ന് പറയും, ഒരാൾ കവിത എഴുതി കഴിഞ്ഞാലേ കവിത എഴുതിയിട്ടുണ്ടെന്ന് പറയും. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് ഇത് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്? ഇത് പാസ്റ്റ് ആണ്, ആക്ഷൻ. അപ്പൊ ആക്ഷൻ പ്രകാരം വെർബ് അനുസരിച്ച് ഇതൊരു പാസ്റ്റിൽ നടക്കുന്ന ക്രിയയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇതിനെ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്? അതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയ ഇതിന്റെ എന്താണ് ശരിയായ ആ കാര്യമാണ് നമ്മൾ ഈ ടെൻസിൽ നമ്മൾ ഇനി പറയാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് പിന്നെ ഈ കഴിഞ്ഞ ക്രിയയായ, അതായത് ക്രിയാപ്രകാരം ആക്ഷൻ പ്രകാരം കഴിഞ്ഞത് പാസ്റ്റ് ആയത് എന്തുകൊണ്ട് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നതാണ് നമ്മൾ ഇതിൽ ഏറ്റവും മനസ്സിലാക്കണം. അങ്ങനെ അതിനെക്കുറിച്ച് നമുക്ക് അറിയാതാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എപ്പോഴും കൺഫ്യൂഷൻ ആവുന്നത്. ഇപ്പോൾ ടെൻസ് അനുസരിച്ച് പ്രസന്റ് പെർഫെക്റ്റ് ആണ്, പക്ഷേ ക്രിയ അനുസരിച്ച് എന്താണ് ഈ ടെൻസ് പാസ്റ്റ് ആണ്.